ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് CPMൻ്റെ കയ്യിൽ അത്രത്തോളം ആത്മവിശ്വാസമില്ല, CPMൻ്റെ കണക്കുകൾ പറയുന്നില്ല എന്നുള്ളതാണ്. അതേസമയം കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് 100 സീറ്റുകൾ എന്ന് പറയുന്നു എന്നുള്ളതാണ് ഒരു അവകാശവാദം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 100 സീറ്റുകളിലേക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് VD സതീശൻ കൂടി എത്തിയിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിന് തന്നെ അടുപ്പമുള്ള ആളുകൾ പറയുന്നൊരു കാര്യം 85ഓളം വരുന്ന സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് വിചാരിക്കുന്നൊരു കാര്യം 75 സീറ്റെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അതുപോലെ ഞങ്ങൾ ഒരു സീറ്റിൻ്റെ നമ്പർ പറയുന്നില്ല, അധികാരത്തിൽ വരും എന്ന് മാത്രമാണ് പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാണ്ടി ഉമ്മനൊക്കെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വിചാരിച്ചാൽ മതി. അതേസമയം മുൻ KPCC പ്രസിഡൻ്റായിട്ടുള്ള കെ സുധാകരൻ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് 130, 140 സീറ്റുകൾ വരെ കിട്ടാമെന്നാണ്, അതിനപ്പുറത്തേക്ക് പോകില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ആകെയുള്ളത് 140 സീറ്റാണല്ലോ. എന്തായാലും അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇനി തമിഴ്നാട്ടിൽ കൂടി പോയി എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ മത്സരിക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യേണ്ടി വരും. VD സതീശൻ പറഞ്ഞ 100 സീറ്റുകളും തമിഴ്നാടും കൂടി ഉൾപ്പെടെയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം തമിഴ്നാട്ടിൽ പോലും അത്രത്തോളം സീറ്റുകൾ കിട്ടും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPMന് അത്ര ആത്മവിശ്വാസം പോരാ, അതേസമയം കോൺഗ്രസ്സിന് വലിയ ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതാണ്. എന്തടിസ്ഥാനത്തിലാണ് ഈ വിവരക്കേടുകൾ പറയുന്നത് നമുക്കറിയില്ല. CPMന് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ജില്ലാ കമ്മിറ്റികളൊക്കെ കൂടി കൃത്യമായിട്ട് അവർ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഫോം കൊടുത്തുകൊണ്ട് ഓരോ ബൂത്തുകളിൽ നിന്നുള്ള കണക്കെടുത്തിട്ടുണ്ട്. ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ G സുധാകരൻ സലാമുമായിട്ടുള്ള പോരാട്ടത്തിൽ 6000 വോട്ടുകൾക്ക് പുറകിലാണ്. പക്ഷെ അത് വളരെ ഉറപ്പുള്ള പാർട്ടി വോട്ടുകൾ മാത്രം എഴുതിയെടുത്തതുകൊണ്ടാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ തന്നെ P രാജീവ് അടക്കമുള്ള ആളുകൾ പുറകിലാണ്, അതായത് വളരെ ഉറച്ച പാർട്ടി വോട്ടുകൾ മാത്രം കണക്കൂട്ടും പുറകിലാണ് എന്ന് പറയുന്ന ചില നിഗമനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിക്കഴിഞ്ഞിട്ടായിരിക്കും അവർ കുറച്ചുകൂടി സത്യസന്ധമായിട്ടുള്ള കാര്യം പുറത്തു പറയാൻ സാധ്യത. പക്ഷേ കോൺഗ്രസിൻ്റെയൊക്കെ നിലവാരത്തിനനുസരിച്ച് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും വായി തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റികളൊക്കെ തന്നെ വളരെ കൃത്യമായി ബ്ലോക്ക് പ്രസിഡന്റുമാരും ജില്ലാ പ്രസിഡന്റുമാരും ഒക്കെ തന്നെ കൃത്യമായ റിപ്പോർട്ട് എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. റിപ്പോർട്ട് ആരെങ്കിലും എടുക്കണമെന്ന് പ്രതീക്ഷിച്ചാൽ പോലും താഴേക്കിടയിലുള്ള ആളുകളൊക്കെ തന്നെ അവർ കിട്ടിയ കാശിന് പണിയെടുത്ത് 9-ാം തീയതി ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ കട്ടയം പടം മുടക്കിയിട്ടുണ്ടാവും. അല്ലാതെ അവരോട് ഇടിച്ചെന്ന് കണക്കൊക്കെ ചോദിച്ചാൽ അതൊന്നും കിട്ടാൻ ഒരു സാധ്യതയില്ല. കാരണം അത്രമാത്രം അടിമുടി ദുർബലമായിട്ടുള്ളൊരു സംവിധാനമാണ് കോൺഗ്രസിൻ്റെ സംഘടനാ സിസ്റ്റം എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. ഇനി അഥവാ കണക്ക് കിട്ടിയാൽ തന്നെ അവരാരെയും വിശ്വസിക്കാനൊന്നും പറ്റില്ല. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ തവണ കാലിക്കറ്റ് കോർപ്പറേഷനിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് വളരെ കൃത്യമായി അവിടെയുള്ള നേതാക്കന്മാരോട്, UDFൻ്റെ നേതാക്കന്മാരോട്, പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം അവിടുത്തെയുള്ള വലിയ നേതാക്കന്മാരോടടക്കം ഞാൻ പറഞ്ഞിട്ട് പോകുന്നതാണ്, 26-നും 31-നും ഇടയ്ക്ക് സീറ്റുകൾ മാത്രമേ അവിടെ കിട്ടാൻ സാധ്യതയുള്ളൂ, അതായത് UDFന് എന്നുള്ളത് കാലിക്കറ്റ് കോർപ്പറേഷനിൽ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കാര്യം കൃത്യമായിട്ട് അവിടെ 26 സീറ്റുകളാണ് കിട്ടിയത്. 5 സീറ്റുകൾ അവർക്ക് കൃത്യം നഷ്ടപ്പെട്ടത് 143 വോട്ടുകളുടെ ബലത്തിലാണ്. അപ്പോൾ ഇത്തരത്തിൽ കുറേ കൂടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മൈക്രോ ലെവലിലുള്ള പഠനമുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കണക്കുകൂട്ടാൻ പറ്റും. അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നൊരു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. BJPക്ക് പോലും കേരളത്തിൽ അത് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവരുടെ റീഡിങ്ങുകളൊക്കെ തന്നെ തെറ്റാണ്. പക്ഷേ CPM അങ്ങനെയല്ല, കുറച്ചുകൂടി കൃത്യമായ റീഡിങ്ങൊക്കെ എടുക്കും. പക്ഷേ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ അതും തെറ്റാനാണ് സാധ്യത. പഴയ പോലെ CPMൻ്റെ നേതാക്കന്മാരെ കണ്ടാൽ എല്ലാവരും ചിരിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും, ആരും വെറുപ്പിക്കില്ല. പക്ഷേ വോട്ടുറപ്പായിട്ടും ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടികളൊക്കെ ഒരുപാട് പുറകോട്ട് പോയിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു 25 കൊല്ലം മുമ്പ് 30 കൊല്ലം മുമ്പൊക്കെ നമുക്കറിയാം CPMൻ്റെ കണക്കുകളെന്ന് പറഞ്ഞാൽ അത്രയും കൃത്യമായിരിക്കും. കാരണം അത്രയും വലിയ ബന്ധം പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണ പ്രവർത്തകരുമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ര വലിയ ബന്ധമില്ല എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ എങ്കിൽ പോലും കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ടുള്ള ഒരു കണക്കെടുക്കാൻ കൊണ്ടുവരാൻ പോകുന്നത് ഉറപ്പായിട്ടും CPM ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന VD സതീശനൊക്കെ പറഞ്ഞേക്കണ 5 ജില്ലകളിൽ വലിയ സ്വീപ്പുണ്ടാകും എന്നുള്ളതാണ്. എറണാകുളം, മലപ്പുറം, വയനാട്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലൊക്കെ വലിയ സ്വീപ്പുണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സ്വീപ്പ് ഉണ്ടാകുമോ ഇല്ലെന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഞാൻ ഇന്നലെ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ ജില്ലകളിലൊക്കെ തന്നെ ഇപ്പം തന്നെ 43-ൽ 28 സീറ്റ് UDFൻ്റെ ഒപ്പമാണ്. ഇനി അവിടെ സ്വീപ്പ് ഉണ്ടായാൽ തന്നെ കിട്ടാൻ പോകുന്നത് ഇത്രയാണ്, 15ഓളം വരുന്ന സീറ്റുകളാണെന്ന് നമുക്കറിയാം. അത്രയൊന്നും എന്തായാലും വരില്ല എന്നുള്ളതറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇതൊക്കെ വെറും ഈ പറയുന്ന പോലെ എന്താണ് ഒരു പ്രകടനം മാത്രമാണ്. ആ പ്രകടനത്തിൻ്റെ പിന്നിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് പണം പിരിക്കാനുള്ള പദ്ധതികളായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ആൻഡോ അഗസ്റ്റ അടക്കമുള്ള നിരവധി ആളുകൾ സംശയിക്കുന്നൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിൻ്റെ തെളിവ് കൂടിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ശരി, അത്തരത്തിലുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുക. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സംശയം ഇതൊക്കെ മാധ്യമങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നത് എങ്ങനെയാണെന്നാണ്. അതിന് രണ്ട് കാരണങ്ങളേ ഉള്ളൂ. മാധ്യമങ്ങളും ഈ അജണ്ടയിൽ പങ്കാളിയാകുന്നു എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടി വരും. അല്ലല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ കണക്കുകളിലേക്ക്, ഈ വലിയ ആത്മവിശ്വാസത്തിലേക്ക് നിങ്ങളെത്തി എന്നുള്ളത് പറയാൻ കഴിയുക? ഇതിനേക്കാൾ വലിയ കപട ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആത്മവിശ്വാസത്തിന് തന്നെ വലിയ കുഴപ്പമുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് 75 സീറ്റിൻ്റെ ആത്മവിശ്വാസമാണ്, വി ഡി സതീശന് 100 സീറ്റിൻ്റെ ആത്മവിശ്വാസമാണ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തവരോട് അദ്ദേഹം പറയുന്നത് 85 സീറ്റിൻ്റെ ആത്മവിശ്വാസമാണ്, കെ സുധാകരൻ പറയുന്നത് 140 സീറ്റുകൾ വരെ കിട്ടാമെന്നാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ കെ സുധാകരൻ പറയുന്നത് വേണമെങ്കിൽ എന്താണ് പോകേണ്ടി വരാതിരിക്കട്ടെ എന്നുള്ളതാണ്. വി ഡി സതീശൻ അതായത് വനവാസത്തിന് പോകാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായല്ലോ. തിളക്കമാർന്ന വിജയം കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നാണ്. അപ്പോൾ MLA ആയിരിക്കുന്ന അദ്ദേഹം ഏത് വനത്തിൽ പോയി താമസിക്കുമെന്ന് നമുക്കറിയില്ല, പക്ഷേ അത് പോകാൻ സാധ്യതയില്ല. രണ്ടാമത്തത് കെ സുധാകരൻ ഒരു കാര്യം കൂടി പറഞ്ഞു, അതാണ് എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയത്. അദ്ദേഹം പറയുന്നത് അല്ല, വാക്ക് പറഞ്ഞാൽ പിന്നെ അത് പാലിക്കണ്ടേ, പോകണ്ടേ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ തോറ്റേക്കും മിക്കവാറും വി ഡി സതീശൻ പോകേണ്ടി വന്നേക്കും എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ AMMയുടെ സെക്രട്ടറി മോഹൻലാലൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരൊക്കെ സാധാരണ പറയുന്ന ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. കെ സുധാകരൻ്റെ ഡയലോഗ് കേട്ടപ്പോൾ അതിൽ AMMയൊക്കെ എപ്പോഴും പറയാറുണ്ട് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇരയോടൊപ്പം വേട്ടക്കാരനൊപ്പം ഓടുകയും ഇരക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു രീതി അവരുടെ കയ്യിലുണ്ട്. ഏതാണ്ട് കെ സുധാകരനും പറയുന്നത് 140 സീറ്റൊക്കെ വരെ കിട്ടും, പേടിക്കാനൊന്നുമില്ല, പക്ഷേ വാക്ക് പറഞ്ഞാൽ പോകണം എന്നുള്ളത് വി ഡി സതീശൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നത് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഉദ്ദേശം എന്താണ് എന്നുള്ളത് കൂടാതെ അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ പോകാതിരിക്കേണ്ടി വരട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും. ഇതിൻ്റെ ഒരു ടൈലൻഡ് കൂടി ചേർക്കാതെ വയ്യ. ഈ ടൈലൻഡ് എന്ന് പറയുന്നത് വി ഡി സതീശൻ അടുത്തൊരു കള്ളവുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നൊരു വാചകം കെ സുധാകരൻ വിളിച്ച് വഴക്ക് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയാൻ പോയെന്നുള്ളത് വഴക്ക് പറഞ്ഞു എന്നുള്ളതാണ്. അത് ചോദിക്കുമ്പോൾ കെ സുധാകരനൊന്നും മിണ്ടുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടായിട്ടുള്ളത് കെ സുധാകരനും അറിയാം, വി ഡി സതീശനും അറിയാം. പക്ഷേ ഇവരൊക്കെ തമ്മിൽ യോജിപ്പാണെന്ന് പുറമേ വരുത്താൻ വി ഡി സതീശൻ വൃഥാശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണയും അദ്ദേഹം പറഞ്ഞു FB പോസ്റ്റ് കെ സുധാകരൻ ഇട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു FB പോസ്റ്റ് തന്നെ, അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതായിട്ട് കെ സുധാകരൻ അറിയില്ല, കൂടാതെ FB തന്നെ ഉള്ളതായിട്ട്, അതായത് ഫേസ്ബുക്ക് തന്നെ ഉള്ളതായിട്ട് കെ സുധാകരൻ അറിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ ഇട്ട പോസ്റ്റാണ് എന്നുള്ളത് അദ്ദേഹം തുറന്നു പറഞ്ഞു. എൻ്റെ അറിവോടുകൂടി ഇട്ടതാണ്, FBയും എൻ്റെ തന്നെയാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ചില തമാശകളായി മാത്രം നമ്മൾ ഈ അവകാശവാദങ്ങളെ കണക്കുകൂട്ടിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ വി ഡി സതീശനോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ജയിക്കുമെന്നുറപ്പുള്ള 100 സീറ്റുകളുടെ ലിസ്റ്റ് ഒന്ന് പുറത്തുവിടുമെന്നാണ്.